എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് മോക്ക് ടെസ്റ്റ് സീരീസിൻ്റെ ഡിസ്കഷനാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന 4ാമത്തെ ആണവോർജ ബാലസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഏത്? ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന 4ാമത്തെ ആണവോർജ ബാലസ്റ്റിക് മിസൈൽ അന്തർവാഹിനി. ആൻസർ ഓപ്ഷൻ എ INS അരിസുധൻ. INS അരിസുധനാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന 4ാമത്തെ ആണവോർജ ബാലസ്റ്റിക് മിസൈൽ അന്തർവാഹിനി. 23ാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിക്ക് വേദിയായത്. 23ാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിക്ക് വേദിയായത്. ആൻസർ ഓപ്ഷൻ ബി ഹൈദരാബാദ് ഹൗസ്. ഹൈദരാബാദ് ഹൗസിലാണ് 23ാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിക്ക് വേദിയായത്. 2025 ലോക മണ്ണ് ദിനം. 2025 ലോക മണ്ണ് ദിനം. ആൻസർ ഓപ്ഷൻ സി ഡിസംബർ 5. ഡിസംബർ 5 2025 ലോക മണ്ണ് ദിനം. 2025 ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം. 2025 ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആരോഗ്യമുള്ള നഗരങ്ങൾക്ക് ആരോഗ്യമുള്ള മണ്ണ്. ആരോഗ്യമുള്ള നഗരങ്ങൾക്ക് ആരോഗ്യമുള്ള മണ്ണ് എന്നതാണ് 2025 ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം. ആഗോള ഭിന്നശേഷി ദിനം. ആഗോള ഭിന്നശേഷി ദിനം. ആൻസർ ഓപ്ഷൻ ഡി ഡിസംബർ 3. ഡിസംബർ 3 ആഗോള ഭിന്നശേഷി ദിനം. 2025 ആഗോള ഭിന്നശേഷി ദിനത്തിൻ്റെ പ്രമേയം. 2025 ആഗോള ഭിന്നശേഷി ദിനത്തിൻ്റെ പ്രമേയം. ആൻസർ ഓപ്ഷൻ എ സാമൂഹിക പുരോഗതിക്കായി ഭിന്നശേഷിയെ ഉൾക്കൊള്ളുന്ന സമൂഹങ്ങളെ പരിപോഷിപ്പിക്കുക. സാമൂഹിക പുരോഗതിക്കായി ഭിന്നശേഷിയെ ഉൾക്കൊള്ളുന്ന സമൂഹങ്ങളെ പരിപോഷിപ്പിക്കുക എന്നതാണ് 2025 ആഗോള ഭിന്നശേഷി ദിനത്തിൻ്റെ പ്രമേയം. ഇതര ജാതികളിൽ നിന്ന് വിവാഹം കഴിക്കുന്നവരുൾപ്പെടെ സാമൂഹിക ബഹിഷ്കരണത്തിനിരയാവുന്നത് തടയാൻ പ്രത്യേക നിയമം പാസാക്കിയ സംസ്ഥാനം. ഇതര ജാതികളിൽ നിന്ന് വിവാഹം കഴിക്കുന്നവരുൾപ്പെടെ സാമൂഹിക ബഹിഷ്കരണത്തിന് ഇരയാകുന്നത് തടയാൻ പ്രത്യേക നിയമം പാസാക്കിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കർണാടക. കർണാടകയാണ് ഇതര ജാതികളിൽ നിന്ന് വിവാഹം കഴിക്കുന്നവരുൾപ്പെടെയുള്ള സാമൂഹിക ബഹിഷ്കരണത്തിനിരയാവുന്നത് തടയാൻ പ്രത്യേക നിയമം പാസാക്കിയ സംസ്ഥാനം. 19ാമത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോൺക്ലേവിലെ ഗവേണൻസ് ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരം ലഭിച്ച കേരളത്തിൻ്റെ പദ്ധതി. 19ാമത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോൺക്ലേവിലെ ഗവേണൻസ് ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഡിജി കേരളം പദ്ധതി. ഡിജി കേരളം പദ്ധതിയാണ് 19ാമത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോൺക്ലേവിലെ ഗവേണൻസ് ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരം ലഭിച്ച കേരളത്തിൻ്റെ പദ്ധതി. കേസുകളുമായി ബന്ധപ്പെട്ട സ്ത്രീകളെയും ട്രാൻസ്ജെൻഡറുകളെയും എങ്ങനെ പരിഗണിക്കണം എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പോലീസിന് നൽകുന്ന പരിശീലന പദ്ധതി. കേസുകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെയും ട്രാൻസ്ജെൻഡറുകളെയും എങ്ങനെ പരിഗണിക്കണം എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പോലീസിന് നൽകുന്ന പരിശീലന പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ എ ബോധ്യം പദ്ധതി. ബോധ്യം പദ്ധതിയാണ് കേസുകളുമായി ബന്ധപ്പെട്ട സ്ത്രീകളെയും ട്രാൻസ്ജെൻഡറുകളെയും എങ്ങനെ പരിഗണിക്കണം എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പോലീസിന് നൽകുന്ന പരിശീലന പദ്ധതി. സ്റ്റേറ്റ് എനർജി എഫിഷ്യൻസി ഇൻഡെക്സ് ഗ്രൂപ്പ് 3 വിഭാഗത്തിൽ 1ാം റാങ്ക് നേടിയത്. സ്റ്റേറ്റ് എനർജി എഫിഷ്യൻസി ഇൻഡെക്സ് ഗ്രൂപ്പ് 3 വിഭാഗത്തിൽ 1ാം റാങ്ക് നേടിയത്. ആൻസർ ഓപ്ഷൻ എ കേരളം. കേരളമാണ് സ്റ്റേറ്റ് എനർജി എഫിഷ്യൻസി ഇൻഡെക്സ് ഗ്രൂപ്പ് 3 വിഭാഗത്തിൽ 1ാം റാങ്ക് നേടിയത്. RBI റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാന സമ്പദ് വ്യവസ്ഥയുള്ള സംസ്ഥാനം. RBI റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാന സമ്പദ് വ്യവസ്ഥയുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് RBI റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാന സമ്പദ് വ്യവസ്ഥയുള്ള സംസ്ഥാനം. 2025 ഡിസംബറിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ച ഗൾഫ് രാജ്യം ഏതാണ്? 2025 ഡിസംബറിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ച ഗൾഫ് രാജ്യം ഏതാണ്?
ആൻസർ ഓപ്ഷൻ ബി ഒമാൻ. ഒമാനാണ് 2025 ഡിസംബറിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ച ഗൾഫ് രാജ്യം. 2025 ഡിസംബറിൽ ഇന്ത്യ അടക്കമുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 50% വരെ തീരുവ ചുമത്തിയ രാജ്യം. 2025 ഡിസംബറിൽ ഇന്ത്യ അടക്കമുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 50% തീരുവ ചുമത്തിയ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി മെക്സിക്കോ. മെക്സിക്കോയാണ് 2025 ഡിസംബറിൽ ഇന്ത്യ അടക്കമുള്ള സ്വതന്ത്ര വ്യാപാര കരാറില്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 50% വരെ തീരുവ ചുമത്തിയ രാജ്യം. രാജ്യത്തെ ആദ്യ വാണിജ്യ ജലവിമാന സർവീസ് ആരംഭിക്കുന്നത് ഏത് റൂട്ടിലാണ്? രാജ്യത്തെ ആദ്യ വാണിജ്യ ജലവിമാന സർവീസ് ആരംഭിക്കുന്നത് ഏത് റൂട്ടിലാണ്? ആൻസർ ഓപ്ഷൻ സി കൊച്ചി ലക്ഷദ്വീപ്. കൊച്ചി ലക്ഷദ്വീപാണ് രാജ്യത്തെ ആദ്യ വാണിജ്യ ജലവിമാന സർവീസ് ആരംഭിക്കുന്ന റൂട്ട്. 2026 ന്യൂഡൽഹിയിൽ നടക്കുന്ന 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിയുടെ പ്രമേയം എന്താണ്? 2026 ന്യൂഡൽഹിയിൽ നടക്കുന്ന 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിയുടെ പ്രമേയം എന്താണ്? ആൻസർ ഓപ്ഷൻ എ AI സ്പിരിറ്റ്. AI സ്പിരിറ്റ് ആണ് 2026 ന്യൂഡൽഹിയിൽ നടക്കുന്ന 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിയുടെ പ്രമേയം. 8 താഴെയുള്ള കുട്ടികൾക്ക് പാഠ്യവിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ NCERT പുറത്തിറക്കിയ പുതിയ ആപ്പ് ഏതാണ്? 8 താഴെയുള്ള കുട്ടികൾക്ക് പാഠ്യവിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ NCERT പുറത്തിറക്കിയ പുതിയ ആപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ജാദുയി പിറ്റാര. ജാദുയി പിറ്റാരയാണ് 8 താഴെയുള്ള കുട്ടികൾക്ക് പാഠ്യവിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ NCERT പുറത്തിറക്കിയ പുതിയ ആപ്പ്. ഇന്ത്യയിലെ കോടതികളിലെ വിവരങ്ങൾ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? ഇന്ത്യയിലെ കോടതികളിലെ വിവരങ്ങൾ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വൺ കേസ് വൺ ഡാറ്റ. വൺ കേസ് വൺ ഡാറ്റയാണ് ഇന്ത്യയിലെ കോടതികളിലെ വിവരങ്ങൾ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി. തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം 2026 ജൂലൈ 1 മുതൽ കേന്ദ്ര സർക്കാർ ആരംഭിക്കാൻ പോകുന്ന പുതിയ പദ്ധതി ഏതാണ്? തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം 2026 ജൂലൈ 1 മുതൽ കേന്ദ്ര സർക്കാർ ആരംഭിക്കാൻ പോകുന്ന പുതിയ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി വികസിത് ഭാരത് റോസ്ഗാർ യോജന. വികസിത് ഭാരത് റോസ്ഗാർ യോജനയാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം 2026 ജൂലൈ 1 മുതൽ കേന്ദ്ര സർക്കാർ ആരംഭിക്കാൻ പോകുന്ന പുതിയ പദ്ധതി. ഇന്ത്യയുടെ പുതിയ സംയുക്ത സൈനിക മേധാവിയായി 2026 മെയ് മാസത്തിൽ ചുമതലയേൽക്കുന്നത് ആരാണ്? ഇന്ത്യയുടെ പുതിയ സംയുക്ത സൈനിക മേധാവിയായി 2026 മെയ് മാസത്തിൽ ചുമതലയേൽക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി NS രാജസുബ്രഹ്മണി. NS രാജസുബ്രഹ്മണിയാണ് ഇന്ത്യയുടെ പുതിയ സംയുക്ത സൈനിക മേധാവിയായി 2026 മെയ് മാസത്തിൽ ചുമതലയേൽക്കുന്നത്. തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയായി അടുത്തിടെ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ നടൻ ആരാണ്? തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയായി അടുത്തിടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ നടൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ജോസഫ് വിജയ്. ജോസഫ് വിജയ് ആണ് തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയായി അടുത്തിടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ നടൻ. വിലാസങ്ങൾ ഓർത്തിരിക്കാൻ എളുപ്പമുള്ള രീതിയിൽ കത്തുകളും പാഴ്സലുകളും അയക്കാൻ ഇന്ത്യൻ തപാൽ വകുപ്പ് വികസിപ്പിച്ചെടുത്ത വെർച്വൽ അഡ്രസ് സംവിധാനം ഏതാണ്? വിലാസങ്ങൾ ഓർത്തിരിക്കാൻ എളുപ്പമുള്ള രീതിയിൽ കത്തുകളും പാഴ്സലുകളും അയക്കാൻ ഇന്ത്യൻ തപാൽ വകുപ്പ് വികസിപ്പിച്ചെടുത്ത വെർച്വൽ അഡ്രസ് സംവിധാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ധ്രുവ. ധ്രുവയാണ് വിലാസങ്ങൾ ഓർത്തിരിക്കാൻ എളുപ്പമുള്ള രീതിയിൽ കത്തുകളും പാഴ്സലുകളും അയക്കാൻ ഇന്ത്യൻ തപാൽ വകുപ്പ് വികസിപ്പിച്ചെടുത്ത വെർച്വൽ അഡ്രസ് സംവിധാനം. 2025 കണക്കനുസരിച്ച് ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി വരുമാനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം. 2025 കണക്കനുസരിച്ച് ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി വരുമാനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഗുജറാത്ത്. ഗുജറാത്താണ് 2025 കണക്കനുസരിച്ച് ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി വരുമാനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം. 2025 കണക്കനുസരിച്ച് ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി വരുമാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ്?
2025 കണക്കനുസരിച്ച് ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ വരുമാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ്? ആൻസർ ഓപ്ഷൻ ബി 15. 2025 കണക്കനുസരിച്ച് ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി വരുമാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 15-ാമതാണ്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരാണ്? 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാളത്തിൽ നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി അഖിൽ പി ധർമ്മജൻ. അഖിൽ പി ധർമ്മജനാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത്. 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആരാണ്? 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ഉസ്മാൻ ഡെംബാലെ. ഉസ്മാൻ ഡെംബാലെയാണ് 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ.